Hello, McLean. നമ്മുടെ സീറ്റിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സുകളൊക്കെ സ്റ്റാർട്ടായ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറേ പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിൽ കുറേ കുട്ടികൾ കുറേ ഡൗട്ടുകളും കാര്യങ്ങളായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ കുറേ കുട്ടികൾ അതിൽ തെറ്റായിട്ട് ഫില്ല് ചെയ്യുന്നതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ കമൻറ്റ് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയെല്ലാം ഒരു ഹെൽപ്പായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ചെറിയ ലാഗ് നടക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് കാർഡ് വരത്തില്ല. റാങ്ക് കാർഡ് വന്നില്ലെങ്കിലോ നിങ്ങൾക്ക് ഫർദർ കൗൺസിലിങ്ങിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റത്തുമില്ല. ഓക്കെ, പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സീറ്റിന് രജിസ്ട്രേഷൻ സമയത്ത് ഐക്കാർ സെലക്ട് ചെയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യത്തില്ല, നമ്മുടെ റാങ്ക് കാർഡ് റിലീസ് ആവത്തില്ല. ഓക്കെ, അതായത് ഈ കുട്ടികൾ നമ്മുടെ ഐക്കാറിൽ നിന്ന് വന്ന അപ്ഡേറ്റ് ആണ്. ഈ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നും NTA കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും നമ്മുടെ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്നാണ് നമ്മുടെ ഐക്കാർ നമുക്ക് തന്ന റിപ്ലൈ. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ CUTയിൽ ഐക്കാർ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ വേറൊരു കോഴ്സ് അല്ലെങ്കിൽ അടുത്ത് വീണ്ടും ഒന്നുകൂടെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ പ്രാവശ്യം തരത്തില്ല എന്നാണ്, ഈ പ്രാവശ്യം ഒരു ചാൻസ് അനുവദിക്കുന്നതല്ല എന്നാണ് നമ്മുടെ ഐക്കാറിൽ നിന്ന് കിട്ടിയ റിപ്ലൈ. എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതൊന്ന് മെയിൽ ചെയ്തേക്കുക. നമുക്ക് നോക്കാം അവരെന്തെങ്കിലും ഒരു കൺസിഡറേഷൻ തരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾ ചെയ്തത് കറക്റ്റാണോ, അതോ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നിട്ടുണ്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് CUTക്ക് മെയിൽ ചെയ്യുക. നോട്ട് CUT, ഐക്കാറിന് മെയിൽ ചെയ്യുക. ഐക്കാറിന് മെയിൽ ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും റിപ്ലൈ ചെയ്യുകയാണ്. അതായത് എല്ലാവരും ഒരുപാട് കുട്ടികൾ ഇങ്ങനെ തെറ്റായിട്ട് വരുത്തുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് ഒരു കറക്ഷൻ വിൻഡോ നിങ്ങൾക്ക് വേണ്ടി ഓപ്പണാക്കി തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക. അതിന് ഞാൻ മെയിനായിട്ട് കണ്ടൊരു മിസ്റ്റേക്കാണ് നമ്മുടെ CUTയുടെ സ്കോറും. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നമുക്ക് ആപ്ലിക്കൻ്റ് ലോഗിനും യൂണിവേഴ്സിറ്റി ലോഗിനും കാണാം അല്ലേ. അപ്പോൾ ആപ്ലിക്കൻ്റ് ലോഗിനിൽ കയറുക. ഓക്കെ, ആപ്ലിക്കൻ്റ് ലോഗിനിൽ നിങ്ങൾ കയറുമ്പോൾ അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. ഓക്കെ, അതിൽ രജിസ്റ്റർ ഫോർ സീറ്റ് അലോട്ട്മെൻറ്റ് എടുത്തതിന് ശേഷം ഓക്കെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ആൻഡ് വ്യൂ ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഈ എഡിറ്റ് ആൻഡ് വ്യൂ ഓപ്ഷനിൽ കയറിയതിന് ശേഷമാണ് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കയറുമ്പോൾ നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണാം. ഇതെനിക്ക് ഓൾമോസ്റ്റ് എല്ലാം ഫില്ല് ചെയ്തൊരു കുട്ടിയുടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്, നമുക്ക് ഫ്രഷ് ആയിട്ടൊരെണ്ണം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ എന്തായാലും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം, വിവരിച്ച് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം അവിടെ ഫിൽഡ് ആയിരിക്കും. ഓക്കെ, ഓൾറെഡി എല്ലാം ഫിൽഡ് ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമായിരിക്കും അഡീഷണലായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, അത് നിങ്ങൾ സ്വയം ചെയ്യുമെന്ന് എനിക്കറിയാം. അതിൽ നിന്ന് പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഇത് മാത്രം എടുക്കുക. ഫോട്ടോൻ്റെ സൈസ് ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. അതേപോലെ സിഗ്നേച്ചറിൻ്റെ സൈസ് 100 KB താഴെയാണ് അവർ പറയുന്നത്, അത് നോക്കുക. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ചെയ്യുമായിരിക്കും. അതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരാൻ ചാൻസ് ഇല്ല. നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, നിങ്ങളുടെ 10ൻ്റെയും +2ൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കൊടുത്തേക്കുക. പിന്നെ 12th സബ്ജക്റ്റും മാർക്സും ഒക്കെ കൊടുത്തേക്കുക. അതിൽ നിങ്ങൾക്ക് പ്രശ്നം വരാറില്ല. അപ്പോൾ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ CUT മാർക്സിൻ്റെ അവിടെയാണ്. കുറേ കുട്ടികൾ, ഞാൻ അറിഞ്ഞത് കുറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ സ്കോറിൻ്റെ അവിടെ നിങ്ങൾ പെർസെൻറ്റേജ് സ്കോറിന് പകരം നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക, നമ്മുടെ നോർമലൈസ് സ്കോറാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടുള്ള കുട്ടികൾ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതോടെ തന്നെ മാറ്റുക. നോർമലൈസ് സ്കോറിന് മാറ്റിയിട്ട് പെർസെൻറ്റേജ് സ്കോറിൽ തന്നെ കൊടുക്കുക. ഓക്കെ, നമുക്കവിടെ കൊടുക്കേണ്ട പെർസെൻറ്റേജ് സ്കോറാണ്, നോർമലൈസ് സ്കോർ അല്ല. സീറ്റിൽ നിന്ന് പ്രത്യേകിച്ച് കുറേ കുട്ടി നമ്മൾ ഇമെയിൽ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ റെസ്പോൺസാണ്, കുറേ കുട്ടികൾ ചെയ്തപ്പോൾ അവർക്കും കിട്ടിയ റെസ്പോൺസാണ് പെർസെൻറ്റേജ് സ്കോർ തന്നെ കൊടുക്കുക. ഓക്കെ, നോർമലൈസ് സ്കോർ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ എന്ത് ചെയ്യത്തില്ല, ഇത് പരിഗണിക്കത്തില്ല. നിങ്ങളുടെ റാങ്ക് കാർഡ് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്കോർ വെച്ചിട്ടല്ല, നിങ്ങളുടെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് പെർസെൻറ്റേജ് വെച്ച് നിങ്ങളുടെ റാങ്ക് കാർഡ് വരണമെങ്കിൽ, അതായത് 100ൻ്റെ അടിയിലായിരിക്കുമല്ലോ നമ്മൾ പെർസെൻറ്റേജ് കൊടുക്കുക. 150, 160, 360 ഒക്കെ നിങ്ങൾ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ റാങ്ക് കാർഡ് വരത്തില്ല. റാങ്ക് കാർഡ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല,
ഫർദർ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അഥവാ അങ്ങ് ആരെങ്കിലും കൊടുത്തു പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ അയക്കാറിന് മെയിൽ ചെയ്യുക, ഇങ്ങോട്ട് തെറ്റ് പറ്റി പോയിട്ടുണ്ട്, എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് ഒരു മെയിൽ നിങ്ങൾ അയക്കുക. അപ്പോൾ അവർ കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. അപ്പം നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എടുത്തതെന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആകാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആകാം, ABC ആകാം. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ പെർസെൻറ്റേജും കാര്യങ്ങളും നിങ്ങൾക്ക് CUT-ൽ കിട്ടിയ പെർസെൻറ്റേജും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ്. ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണാം അഡ്മിറ്റ് കാർഡ്. നിങ്ങൾക്ക് കിട്ടിയ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫോട്ടോ എടുത്തേക്കുക. ഫോട്ടോ എടുത്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, തൊട്ടടുത്ത് നിങ്ങൾ ആ നമ്പറും കൂടെ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, ഹൈസ്കൂളിൽ അതായത് ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് മതിയാവും. ഓക്കെ, SSLC സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുക. അതിൽ പിന്നെ ഈ സൈഡ് നമ്പർ അടിച്ചു കൊടുക്കണം. നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഏറ്റവും മുകളിലായിട്ട് തന്നെ ഒരു നമ്പർ കാണാൻ കഴിയും. ഓക്കെ, ആ നമ്പറായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമ്പർ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് നമ്മുടെ SC ST വിഭാഗത്തിലുള്ളത്, അഥവാ OBC നമ്മുടെ കാറ്റഗറി അനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്. ഓക്കെ, അതിൽ ജനറൽ കാറ്റഗറിയിൽ വരുന്നൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെങ്കിൽ OBC, EWS, SC ST എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കുട്ടി വരുന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതേപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഏപ്രിൽ 1-ാം തീയതിക്ക് ശേഷം എടുത്തതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പ്രത്യേകിച്ച് NCLൊക്കെ ആണെങ്കിൽ അത് ഏപ്രിൽ 1-ാം തീയതിക്ക് ശേഷം എടുത്തത് മാത്രമേ നിങ്ങൾ അപ്ലോഡ് ചെയ്യാവൂ. അതിന് മുമ്പ് എടുത്തത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ഓൾ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ 10ൻ്റെയും +2ൻ്റെയും സർട്ടിഫിക്കറ്റ്സ്. ഓക്കെ, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, +2ൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട്, അതായത് ഇത് രണ്ടും കൂടെ ഒരു PDF ഫോമാറ്റിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, സിംഗിളായിട്ട് അപ്ലോഡ് ചെയ്യാൻ നമുക്കിവിടെ ഓപ്ഷനില്ല. നമ്മൾ രണ്ടും കൂടെ ഒരു PDF ആക്കുക. PDF ആക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഗൂഗിളിൽ കയറി ഡയറക്റ്റായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PDF ആക്കാൻ പറ്റും. PDF ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്സ്. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമ്മുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അതായത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്താലും മതി. അത് നിങ്ങളുടെ ഈ രാജ്യത്ത് നിന്നുള്ളവരാണെന്ന്, ഇതിൻ്റെ പൗരത്വമുള്ളവരാണ് നിങ്ങളെന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റാണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രയും ലാഗ് വന്നതുകൊണ്ട് തന്നെ അവർ വേറെ കോളേജിലോ വേറെ എന്തെങ്കിലും ഒരു കോഴ്സിലോട്ട് അവരെന്ത് ചെയ്ത് ജോയിൻ ചെയ്ത് പോയിട്ടുണ്ട്, TC അവിടെ കൊടുത്തു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് മൈഗ്രേഷൻ, ആ ചേർന്ന കോളേജിൽ നിന്ന് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. ആ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയല്ല ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അത് ഡയറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കുക. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് വാങ്ങിക്കുക. ഓക്കെ, പിന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, അതെന്ത് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്തേക്കുക. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ ചെയ്യാനുള്ളത്. അതിനുശേഷം പ്രിവ്യൂ ആൻഡ് കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ പ്രിവ്യൂ എന്ന ഇതിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും. ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. എന്തെന്നാൽ ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ഫർദർ കൗൺസിലിങ്ങിലോട്ട് നിങ്ങളെ അത് ബാധിച്ചേക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ വീണ്ടും ഫർദർ കൗൺസിലിങ്ങിലോട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് വരാം. ഓക്കെ, ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി നമ്മൾ ഇത്രയും മാറ്റി വെച്ചു. ഇതിന് മുമ്പ്, അതായത് നമ്മുടെ ഇത്രയും ലാഗ് അടിച്ചിട്ടും വേറെ ഒരു കോഴ്സിനും പോകാതെ ഇവിടെ തന്നെ ഇത് മാത്രം നോക്കി ഒരുപാട് കുട്ടികളുണ്ട്. ഈ അവസാന നിമിഷം വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഈ വർഷത്തെ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ സ്വപ്നത്തിൽ നിന്ന് നമുക്ക് മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്താ ചെയ്തിട്ടുണ്ട്, തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അയക്കാമെന്ന് മെയിൽ ചെയ്യുക. നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈക്ക് വേണ്ടി തന്നെ നമുക്ക് കാത്തിരിക്കാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, അതിൻ്റെ ഒരു ചെറിയ ഇത്തിരി തിരക്കിലായിപ്പോയി. ഓക്കെ, എങ്കിൽ പോലും ഞങ്ങൾ പറ്റുന്ന അത്രയും മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരുടെ ഈ വാർത്ത നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികൾ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരുത്താൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.